കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ള നിങ്ങളുടെ യാത്രയിൽ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം ട്രഡീഷണലി നിങ്ങൾ ബിസിനസ് ചെയ്തു ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാകും, പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കും. ഇനി ആ ട്രഡീഷണൽ ബിസിനസ് വേ വിജയിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഇനി ഇ കൊമേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിന് സാധ്യത കൂടുതലാണ്. നമുക്കൊക്കെ അറിയാം, ഒരുപാട് ആളുകൾ ഇ കൊമേഴ്സിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കലിൽ നിന്ന് ഡിജിറ്റൽ ഷോപ്പിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ വലിയൊരു ഡെവലപ്മെന്റ് ആണ്, ഹൈവേയുടെ ഡെവലപ്മെന്റ് ആണ്. ഈ ഹൈവേ വരുന്നതോടുകൂടെ ഒരുപാട് ടൗണുകൾ മിസ്സാവും, ആ വിസിബിലിറ്റി അവർക്ക് നഷ്ടപ്പെടും. അതോടുകൂടെ ആ വാക്കിംഗ് അല്ലെങ്കിൽ ആ ഡ്രൈവ് ത്രൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാണ്ടാവുന്നതോടുകൂടെ ഒരുപാട് ടൗണുകളിൽ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് മാൾ കൾച്ചറിലേക്ക് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഈ കൊമേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞാലും അടുത്തൊരു ലെവലിലേക്ക് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയേഴ്സ് മാറിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ പർച്ചേസിങ് ബിഹേവിയർ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ അത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടോ നിയറസ്റ്റ് സ്ഥലത്ത് എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സോഷ്യൽ മീഡിയ, ഒരു ഇൻഫ്ലുവൻസർ പറയുന്നതിലേക്ക് കസ്റ്റമേഴ്സ് മാറും. പണ്ടൊക്കെ ഒരു ബ്രാൻഡിങ്ങിന് ഒരു നല്ലൊരു ആക്ടർ പറയുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറയുന്ന ഒരു ഹോട്ടലിലേക്ക് ആയിരിക്കും കൂടുതൽ ആൾക്കാർ വരും. അതുപോലെ ഗൂഗിൾ റിവ്യൂസ് നോക്കിയിട്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ആരാണ് കമന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാറിങ് നോക്കിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇപ്പൊ സെലക്ട്. അതായത് കസ്റ്റമർ പർച്ചേസിംഗ് പാറ്റേൺസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓരോ ദിവസവും അതിന്റെ സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് മിഷൻ മില്ലിന്റെ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ. ഇതിലൂടെ 53 ക്ലാസ് ഒരു വർഷത്തേക്ക് നമ്മൾ നൽകുന്നുണ്ട്. ഈ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ച 2 hours പഠിക്കുക എന്ന് പറയുന്ന അപ്ഡേറ്റ് ചെയ്യാണ്. ഓരോ ആഴ്ച നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 53 പ്രാവശ്യം ആകുമ്പോഴേക്ക് ഒരു കൊല്ലം കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ ആവുന്നു നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങളുടെ വ്യക്തിത്വ ജീവിതം. അപ്പൊ ബിസിനസ്സുകാരൻ എന്നുള്ള വിലക്ക് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട 53 എക്സിക്യൂഷൻസ് ആണ് നമ്മൾ മിഷൻ മില്ലിന്റെ 1 year ട്രെയിനിങ്ങിലൂടെ, അതും ഓൺലൈൻ ആണ്. എല്ലാ ബുധനാഴ്ച 2 hours നടക്കുന്ന ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽസ് സംസാരിക്കാം. ഇറ്റ്സ് മീ ഗിന്നസ് സുരക്ഷി, ദ സൊല്യൂഷൻ മാസ്റ്റർ.